ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. എൻ ഭവനം മനോഹരം എന്താനന്ദം വന്യാതീതം സമ്മോദകം. എൻ ഭവനം മനോഹരം എന്താനന്ദം വന്യാതീതം സമ്മോദകം. ദൂരെ മേഘപ്പാളി ദൂരെ താരപദ വീചി ദൂരെ മേഘപ്പാളി ദൂരെ താരപദ വീചി ദൂത വൃന്ദങ്ങൾ സമ്മോദരായി പാടിയിടും സ്വർഗ്ഗവീഥിയിൽ. ദൂത വൃന്ദങ്ങൾ സമ്മോദരായി പാടിയിടും സ്വർഗ്ഗവീഥിയിൽ. എൻ ഭവനം മനോഹരം എന്താനന്ദം വന്യാതീതം സമ്മോദകം. പൊന്മണിമേടകൾ മിന്നുന്ന ഗോപുരം പൊന്മണിമേടകൾ മിന്നുന്ന ഗോപുരം പത്തും രണ്ടു രത്നക്കല്ലുകളാൽ തീർത്തതാം മന്ദിരം. പത്തും രണ്ടു രത്നക്കല്ലുകളാൽ തീർത്തതാം മന്ദിരം. കണ്ടൻ കണ്ണുകൾ തുളുമ്പിടും ആനന്ദാശ്രു പൊഴിച്ചിടും. കണ്ടൻ കണ്ണുകൾ തുളുമ്പിടും ആനന്ദാശ്രു പൊഴിച്ചിടും. എൻ ഭവനം മനോഹരം എന്താനന്ദം വന്യാതീതം സമ്മോദകം.
സ്വഭവനേ ആലാഖജാലങ്ങൾ നമിച്ചെന്നെ ആനയിക്കും എൻ സ്വഭവനേ എൻ ഭവനം മനോഹരം എന്താനന്ദം വന്യാതീതം സമ്മോദകം. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരു ക്രൈസ്തവൻ്റെ ജീവിതം, ക്രിസ്ത്യാനിയായി ജീവിതം ആരംഭിക്കുന്നത് ഒരു ദേവാലയത്തിൽ മാമോദീസ മുങ്ങുമ്പോഴാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഒരു ദേവാലയത്തിൽ മാമോദീസ മുങ്ങി ഒരാൾ ദേവാലയത്തിൽ ആ പള്ളിയിൽ ഇടവാക്കാരനാകും എന്നുള്ളത് ശരിയാണ്. പക്ഷേ അവൻ ക്രിസ്ത്യാനിയാകുന്നത് അപ്പോഴല്ല. അവൻ ക്രിസ്ത്യാനിയാകുന്നത് ആ മനുഷ്യൻ്റെ ഹൃദയം ഗോകുൽത്തായിൽ അഥവാ കാൽവരിയിലെത്തണം. കാൽവരിയിൽ കർത്താവായ യേശുക്രിസ്തു എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കർത്താവിനെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ മാത്രമേ ഒരുവൻ ക്രിസ്ത്യാനിയാകുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ കാൽവരി എന്നുള്ളതായ ആ പേര് തന്നെ എടുത്തിരിക്കുന്നത്. ആ കാൽവരിയിൽ തലയോടിടം എന്ന സ്ഥലത്ത് നമ്മൾ എത്തണം. അവിടെയാണ് നാം ദൈവമക്കൾ അഥവാ ക്രൈസ്തവരാകാനുള്ള സകല കാര്യങ്ങളും നടന്നത്. ആ കാൽവരി എന്നുള്ള ആ തലയോടിടം എന്ന സ്ഥലത്താണ്. തലയോട്ടി എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. കാരണം അക്കാലത്ത് അതൊരു ക്രിമിനൽസിനെ, കുറ്റവാളികളെ കൊല്ലുന്ന സ്ഥലമായിരുന്നു. നമുക്കറിയാം, ഇപ്പോൾ എല്ലാ ജയിലുകളിലും തൂക്കിക്കൊല്ലാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. എന്നപോലെ അന്നത്തെ കാലത്തെ റോമൻ ഗവൺമെൻറ്റിന് കുറ്റവാളികളെ കൊല്ലാനുള്ള സ്ഥലമായിരുന്നു ഗോൽഗോഥ എന്ന് പറയുന്ന ആ മല. അക്കാലത്ത് കൊല്ലപ്പെടുന്ന എല്ലാവരെയും കുഴിച്ചിട്ടിരുന്നില്ല. നാം ഇന്ന് മരിച്ചവരെ കുഴിച്ചിടുന്നു അല്ലെങ്കിൽ ദഹിപ്പിക്കുന്നു. അക്കാലത്ത് എല്ലാവരെയും കുഴിച്ചിട്ടിരുന്നില്ല, ദഹിപ്പിക്കുകയും ചെയ്തിരുന്നില്ല. അവിടെ തന്നെ ഇട്ട് കഴുകൻ തിന്ന് അതങ്ങ് തീർന്നു പോകും. ഇക്കാലത്തും പല മതങ്ങളിലുള്ളവരും മരിച്ചവരെ കുഴിച്ചിടാറില്ല. അത് മരിച്ചവരെ അവരാ സ്ഥലത്തേക്ക് എറിഞ്ഞു കൊടുക്കും. കഴുകൻ വന്ന് അത് തിന്നുപോകും. അത് അക്കാലത്തുമുണ്ട്, ഇക്കാലത്തുമുള്ളതായ ഒരു ശീലമാണ്. എന്തുകൊണ്ടാണ് യേശുവിനെ കുറ്റവാളികളുടെ കൂടെ കുരിശിച്ചത് എന്ന് ചോദിച്ചാൽ, ദൈവമക്കളെ, യേശുവും ഒരു കുറ്റവാളി തന്നെയെന്നാണ് പൊന്തിയോസ് പീലാത്തോസ് വിചാരിച്ചിരുന്നത്. അവനും അനദർ ക്രിമിനൽ, അവനും മറ്റൊരു കുറ്റവാളി. കർത്താവിനെ കുരിശിച്ച പടയാളികളെ സംബന്ധിച്ചിടത്തോളം അവരും കണക്കാക്കിയത് ഇവനും ഒരു കുറ്റവാളി. അതുകൊണ്ട് രണ്ട് കുറ്റവാളികളോടുകൂടെ ഇവനും കിടക്കട്ടെ, അല്ലെങ്കിൽ ഇവൻ്റെ കൂടെ രണ്ട് കുറ്റവാളികളെ കൂടെ കുരിശിക്കാം എന്ന് മാത്രമേ അവർ കണക്കാക്കിയുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അന്നത്തെ യേശുവിനെ കുരിശിക്കണമെന്ന് നിർബന്ധം പിടിച്ച അന്നത്തെ സഭയെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. യേശുവിനെ കുറ്റവാളികളോടുകൂടെ ക്രൂശിച്ചു എന്ന് പറയുന്നത് അവർക്ക് കൂടുതൽ സന്തോഷം കൊടുക്കുന്ന ഒരു കാര്യമായിരുന്നു. കാരണം അവർ കർത്താവായ യേശുവിൻ്റെ രക്തത്തിന് ഒരു വിലയും കൊടുത്തിരുന്നില്ല. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വന്നുകൊള്ളട്ടെ എന്നവർ എല്ലാവരും ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അവൻ്റെ രക്തത്തിന് അവർ യാതൊരു വിലയും കൊടുത്തിരുന്നില്ല. എന്നാൽ ആ തിരുരക്തമാണ് ഇന്ന് നമ്മളെ ഇവിടെ കൂട്ടിവരുത്തിയത്. ആ തിരുരക്തത്തിൻ്റെ ശക്തിയിലാണ് ഞാനിവിടെ നിൽക്കുന്നത്, നമ്മളിവിടെ നിൽക്കുന്നത്. ആ തിരുരക്തമാണ് നമ്മുടെ ബലം, നമ്മുടെ സങ്കേതമെന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നാം കേട്ടിട്ടുണ്ട്, ശരീരത്തിലെ മൂത്രത്തിലെ കല്ല്, ഗോൾ ബ്ലാഡറിലെ കല്ല്, പാങ്ക്രിയാസിൽ, അങ്ങനെ ശരീരത്തിൻ്റെ പല ഭാഗത്തും കല്ല് എന്ന് നാം കേട്ടിട്ടുണ്ട്. എന്നാൽ നമ്മുടെ കരളിലെ കല്ല്, നിൻ്റെ നെഞ്ചിലെ കല്ല് എന്നെല്ലാം പറഞ്ഞാൽ എന്താണ് വാസ്തവത്തിൽ? ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും അധികം പേരുടെയും കരളിൽ കല്ലുണ്ട്. നിങ്ങളുടെ അധികം പേരുടെയും ഉള്ളിൽ കല്ലുണ്ട്. മാറിപ്പോകാത്ത കല്ലുണ്ട്. പ്രാർത്ഥിച്ചിട്ട് മാറാത്ത കല്ലുണ്ട്. ഉപവാസം എടുത്തിട്ട് മാറാത്ത കല്ലുണ്ട്. തീർത്ഥാടനം നടത്തിയിട്ട് മാറാത്ത കല്ലുണ്ട്. വഴിപാട് നേർന്നിട്ടും മാറാത്ത കല്ലുണ്ട്.
പ്രിയപ്പെട്ടവരെ, അനേകരുടെയും ഹൃദയത്തിൽ ആ കല്ലുണ്ട്. അധികം പേരുടെ ഹൃദയത്തിലുള്ള കല്ല് നിരാശയുടെ കല്ലാണ്. എനിക്കിനി ഭാവിയില്ല, എനിക്കിനി ആശയ്ക്ക് വകയില്ല, എനിക്കിനി ഭാവിയില്ല, എനിക്ക് മുന്നോട്ട് ഗതിയില്ല, എൻ്റെ രോഗം മാറുകയില്ല, എൻ്റെ ഭവനത്തിൽ സമാധാനം വരികയില്ല, എൻ്റെ തലമുറയ്ക്ക് ഒരു അഭിവൃദ്ധി ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെ എൻ്റെ ഈ ഉലഞ്ഞുപോയ കുടുംബജീവിതം ഒരു കാലത്തും ഇനി ശരിയാകാൻ പോകുന്നില്ല, അതെന്നേക്കുമായി കലങ്ങിപ്പോയി. പ്രിയപ്പെട്ടവരെ, അനേക കല്ലുകളോടുകൂടെയാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. എന്നാൽ ആ കല്ല് മാറ്റുവാൻ കഴിയുള്ളവനാണ് കർത്താവായ യേശുക്രിസ്തു. ആ വചനത്തിൻ്റെ ശക്തിയാണ് ആ കല്ല് മാറ്റുന്നത്. വചനമാണ് ആ കല്ല് മാറ്റിത്തരുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവം തൻ്റെ പ്രവാചകനോട് പറഞ്ഞു, നീ അസ്ഥികളോട് പ്രവചിക്കുക എന്ന് പറഞ്ഞു. അസ്ഥികളോട് പ്രവചിച്ചാൽ, അസ്ഥികളുടെ അടുത്ത് എന്ന് എന്തെങ്കിലും ശബ്ദം പറഞ്ഞാൽ അസ്ഥികൾക്ക് മാറ്റം വരുമോ? പ്രിയപ്പെട്ടവരെ, എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, അസ്ഥികളോട് പ്രവാചകൻ പ്രവചിച്ചു, അപ്പോൾ അസ്ഥി അസ്ഥിയോട് ചേർന്നു, അസ്ഥികൾക്ക് മാംസം വന്നു, മജ്ജയും വന്നു, അസ്ഥികൾ എഴുന്നേറ്റ് നിന്നു എന്ന് പറയുന്നു. പ്രിയപ്പെട്ടവർ, അതാണ് ദൈവവചനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ആ വചനമാണ് ദൈവം നമ്മുടെ മധ്യത്തിലേക്ക് തന്നിരിക്കുന്നത്. അവരുടെ ജീവിതത്തിലെ ആ നെഞ്ചിലെ കല്ല് മാറി, കരളിലെ നിരാശ മാറി, ജീവിതത്തിലെ ആകുലത്തിനൊരു പരിഹാരം കിട്ടി, സമാധാനം ഭവനത്തിലേക്ക് ഇരച്ചു വന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ആ ഒരു വീണ്ടും ജനനത്തിൻ്റെ അനുഭവത്തിന് വേണ്ടി കൊതിയോടെ വേണം നാം ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനായിട്ട്. ആ ഒരു കൊതിയോടുകൂടെ നാം ദൈവവചനം കേൾക്കാൻ പോകുമ്പോഴാണ് വചനത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് വ്യാപരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നാം ഒരു തിരുവചനം വായിച്ചുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് വചനത്തിലേക്ക് കടന്നു വരാം. 1 ശമൂവേൽ 7-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം വായിക്കാം. 1 ശമൂവേൽ 7:12. പിന്നെ ശമൂവേൽ ഒരു കല്ലെടുത്ത് മിസ്പായ്ക്കും ശേനിക്കും മധ്യേ നാട്ടി, ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിന് യബനേസർ എന്ന് പേരിട്ടു. അതിൻ്റെ അർത്ഥം ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു. ദൈവമക്കളെ, ഇത്രത്തോളം ദൈവം എന്നെ കൊണ്ടുവന്നു, ഇത്രത്തോളം യഹോവ എന്നെ സഹായിച്ചു. പ്രവാചകൻ്റെ ഹൃദയത്തിൽ നിന്ന് പൊട്ടിവന്ന സന്തോഷത്തിൻ്റെ വചനമാണത്. ശമൂവേൽ പ്രവാചകൻ ഇസ്രായേലിലെ ആദ്യത്തെ പ്രവാചകനായിരുന്നു. ഇസ്രായേലിലെ 1-ാമത്തെ രാജാവ് ശൗൽ രാജാവായിരുന്നു. ഇസ്രായേലിലെ 1-ാമത്തെ ദേവാലയം, പ്രിയപ്പെട്ടവരെ, ശലോമോൻ്റെ ദേവാലയമായിരുന്നു. എന്നാൽ ശലോമോൻ്റെ ദേവാലയത്തിന് മുമ്പ് ഇസ്രായേലിൽ ചെറിയൊരു ദേവാലയം ഉണ്ടായിരുന്നു. അതാണ് ശീലോവിലെ ദേവാലയം എന്ന് പറയുന്നത്. ഈ 1-ാമത്തെ പ്രവാചകനായ ഈ ശമൂവേല് ആ ചെറിയ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നതായ ഒരു പ്രവാചകനായിരുന്നു. പ്രിയപ്പെട്ടവരെ, അതൊരു ചെറിയ ദേവാലയമായിരുന്നു. ആ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതായ പുരോഹിതനും മഹാപുരോഹിതനും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഇടവകക്കാരും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ആ ദേവാലയം ആർക്കും പ്രയോജനപ്പെട്ടതായി നാം വായിക്കുന്നില്ല. ദേവാലയം ഉണ്ടായിരുന്നു, പക്ഷേ ദേവാലയം ആർക്കും പ്രയോജനപ്പെട്ടതായി നാം വായിക്കുന്നില്ല. മാത്രമല്ല, ആ ദേവാലയത്തിൽ ആ പുരോഹിതനും കുടുംബത്തിനും ആ ദേവാലയം ഒരു കെണിയായി തീർന്നു എന്നുള്ളതാണ് സത്യം. പ്രിയപ്പെട്ടവരെ, ദേവാലയങ്ങൾ ഇക്കാലത്തും ഉണ്ട്, നാടുതോറും ദേവാലയങ്ങളുണ്ട്. എന്നാൽ ദേവാലയം നമുക്ക് പ്രയോജനപ്പെടാറുണ്ടോ? നമുക്കെല്ലാം ഇടവക പള്ളികളുണ്ട്, ഇടവക ദേവാലയങ്ങളുണ്ട്. നമ്മുടെയെല്ലാം ഇടവക ദേവാലയങ്ങൾ നമുക്ക് പ്രയോജനപ്പെടാറുണ്ടോ? കുഞ്ഞിനെ മാമോദീസ മുക്കാനും മക്കളുടെ വിവാഹം നടത്താനും മരിച്ചവരെ അടക്കാനും ദേവാലയം നമുക്ക് പ്രയോജനപ്പെടാറുണ്ട്. അതിലുപരിയായി നമ്മുടെ ആത്മീയമായ കാര്യത്തിന്, ദൈവരാജ്യത്തിൽ പോകാൻ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനം വരാൻ, ഭാര്യയും ഭർത്താവും തമ്മിൽ ഐക്യത്തിലാകാൻ, മദ്യപാനം മാറിക്കിട്ടാൻ, കുടുംബത്തിലെ കലഹം മാറിക്കിട്ടാൻ ദേവാലയം നമുക്ക് പ്രയോജനപ്പെടാറുണ്ടോ? ദേവാലയം അക്കാലത്ത് പ്രയോജനപ്പെട്ടില്ല. ഇക്കാലത്തും ദേവാലയങ്ങളില്ലാഞ്ഞിട്ടല്ല, ധാരാളം ദേവാലയങ്ങൾ നാട് നീളെയുണ്ട്. ചെറുതും വലുതുമായിട്ട് പല സഭകളുടേതും പേരിലുണ്ട്. പക്ഷേ ആർക്കെന്തിന് പ്രയോജനപ്പെടുന്നു?
അത് എന്തിനു പ്രയോജനപ്പെടുന്നു പ്രിയപ്പെട്ടവരെ? ആത്മീയമായി എങ്ങനെ പ്രയോജനപ്പെട്ടു? ഈ കാലങ്ങളത്രയും നിങ്ങൾ ദേവാലയത്തിൽ ഇടവക്കാരായിരുന്നു, ആ ദേവാലയത്തിൽ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നു. നിങ്ങൾക്ക് ആത്മീയമായി എന്ത് കാര്യത്തിനാണത് പ്രയോജനപ്പെട്ടത്? നിങ്ങളെ ബാല്യം മുതൽ പിടിച്ചുകൊണ്ടിരുന്നതായ പാപസ്വഭാവം മാറിക്കിട്ടിയോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരുമിച്ച് ദേവാലയത്തിൽ പോയി ഭാര്യ ഭർത്താവും, പക്ഷേ നിങ്ങൾക്ക് ഇണക്കം കിട്ടിയോ? തമ്മിൽ ഇണക്കം കിട്ടിയോ? പ്രിയപ്പെട്ടവരെ, ആ ദേവാലയം നിങ്ങളുടെ കുടുംബത്തിലേക്ക് സമാധാനം വന്നോ? ആ ദേവാലയം നിങ്ങൾക്ക് ക്രിസ്തുവിനെ കാണിച്ചു തന്നോ? ആ ദേവാലയം നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ പോകാനുള്ള വഴി, ഒരു വിശുദ്ധനായി ജീവിക്കണമെന്നുള്ള ആഗ്രഹം തന്നോ? പ്രിയപ്പെട്ടവരെ, ദേവാലയം ഇല്ലാഞ്ഞിട്ടല്ല ദേവാലയം പ്രയോജനപ്പെടുന്നില്ല. ദേവാലയം പ്രയോജനപ്പെടണമെങ്കിൽ എങ്ങനെ പ്രയോജനപ്പെടുമെന്ന് ഒന്നാമത്തെ ദേവാലയം ഉണ്ടാക്കിയപ്പോൾ തന്നെ ദൈവം അത് ഉണ്ടാക്കിയ ശലോമോനോട് പറഞ്ഞു, ഈ ദേവാലയം നിനക്ക് പ്രയോജനപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന്. അതാണ് 2 ദിനവൃത്താന്ത പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ അതേ ജീവനുള്ള ദൈവം ആ ഉണ്ടാക്കിയ വ്യക്തിയോട് പറഞ്ഞു കൊടുത്തു, ഈ ദേവാലയം പ്രയോജനപ്പെടണമെങ്കിൽ എങ്ങനെയുള്ളവനായിരിക്കണം, ആ ദേവാലയത്തിൽ വരുന്നവൻ എങ്ങനെയുള്ളവനായിരിക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, ദേവാലയം പണിതുകൊണ്ട് പ്രയോജനപ്പെടുകയില്ല, അവിടെ പെരുന്നാൾ നടത്തിയതുകൊണ്ടും പ്രയോജനപ്പെടുകയില്ല, അവിടെ ആഘോഷം ചെണ്ടമേളം നടത്തിയാലും പ്രയോജനപ്പെടുകയില്ല, കതിനാവടി വെച്ചാലും പ്രയോജനപ്പെടുകയില്ല, അവിടെ 3 കുർബാന നടത്തിയാലും പ്രയോജനപ്പെടില്ല, അത് 13 കുർബാനയായാലും പ്രയോജനപ്പെടുകയില്ല. ദേവാലയം പ്രയോജനപ്പെടണമെങ്കിൽ എങ്ങനെ നടക്കണം, എന്ത് ചെയ്യണം, അവിടെ എഴുതി വച്ചിട്ടുണ്ട് വേദപുസ്തകത്തിൽ. 2 ദിനവൃത്താന്ത പുസ്തകം 7-ാം അധ്യായം 14-ാമത്തെ വാക്യം. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. പ്രിയപ്പെട്ടവരെ, ദേവാലയം പ്രയോജനപ്പെടണമെങ്കിൽ ദൈവത്തിൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന ജനമുണ്ടാകണം. ക്രിസ്ത്യാനികളുടെ ദേവാലയം എന്ന് പറഞ്ഞാൽ പോരാ, ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ള ക്രിസ്ത്യാനി ഉണ്ടാകണം. ക്രൈസ്തവ ദേവാലയം എന്നറിയപ്പെടുന്ന ദേവാലയമുണ്ട്. ആ ദേവാലയത്തിൽ ആരാധിക്കുന്നവരും ആരാധന നടത്തുന്നവരും ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരല്ല. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം, ദൈവത്തിൻ്റെ നാമം എന്ന് പറഞ്ഞാൽ, യേശുവിൻ്റെ നാമം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ സ്വഭാവമുള്ള ക്രിസ്ത്യാനി ഉണ്ടാകണം. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തുന്ന ക്രിസ്ത്യാനി ഉണ്ടാകണം. നിഗളമില്ലാത്ത ക്രിസ്ത്യാനി ഉണ്ടാകണം. അഹങ്കാരമില്ലാത്തവൻ പള്ളിയിൽ പോയാലേ ഗുണമുള്ളൂ. പൊങ്ങച്ചുവളവും പള്ളിയിൽ പോയാൽ ഗുണമില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ആരോ ആണ്, ഞാൻ എന്തോ ആണ് എന്നുള്ള മനോഭാവത്തോടെ ഏത് പള്ളിയിൽ ആര് പോയാലും ഒരു പ്രയോജനവുമില്ല. തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ചു കൊണ്ടുപോകണം. ദൈവമക്കളെ, ദേവാലയം പ്രാർത്ഥിക്കാനുള്ള സ്ഥലമായിരിക്കണം. ഇന്ന് ദേവാലയം എന്തിനുള്ള സ്ഥലമാണ് നിങ്ങൾക്കറിയാം. പത്രമാധ്യമങ്ങളിലൂടെ നാം കാണുന്നു, ദേവാലയം ഇന്ന് പ്രാർത്ഥിക്കാനുള്ള സ്ഥലമല്ല. പ്രിയപ്പെട്ടവരെ, ദേവാലയം ഇന്ന് പ്രാർത്ഥനാലയമല്ല. അക്കാലത്ത് യേശു പറഞ്ഞു, ഇന്ന് ദേവാലയം പ്രാർത്ഥനാലയമല്ല. ദേവാലയം ഉണ്ടാക്കിയപ്പോൾ പ്രാർത്ഥനാലയമായിരുന്നു, ഇന്ന് ദേവാലയം പ്രാർത്ഥനാലയമല്ല. അതുകൊണ്ട് തന്നെ ദേവാലയം പ്രയോജനമില്ലാത്ത സ്ഥലമായി മാറിപ്പോയി. തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം, ക്രിസ്തുവിൻ്റെ മുഖം അന്വേഷിക്കണം. ദേവാലയത്തിൽ പോയി ആരുടെ മുഖത്തേക്ക് നോക്കണം? ദേവാലയത്തിൽ പോയി ആരാധന നടത്തുന്ന പുരോഹിതൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ പ്രയോജനമില്ല. ദേവാലയത്തിൽ വെച്ചിരിക്കുന്ന വേറെ ഏതെങ്കിലും ഫോട്ടോയിലേക്ക് നോക്കിയാൽ പ്രയോജനമില്ല. ദേവാലയത്തിലേക്ക് ഇരുന്നിട്ട് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കണം. പ്രിയപ്പെട്ടവരെ, ദേവാലയം പ്രയോജനപ്പെടണമെങ്കിൽ ദൈവത്തിൻ്റെ, ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ള ക്രിസ്ത്യാനി ഉണ്ടാകണം. അവൻ തന്നെത്താൻ താഴ്ത്തുന്ന അഹങ്കാരമില്ലാത്തവനായിരിക്കണം. അവൻ ക്രിസ്തുവിൻ്റെ മുഖമന്വേഷിക്കുന്നവനായിരിക്കണം. ക്രിസ്തുവിൻ്റെ മുഖമന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിയുന്നവനായിരിക്കണം. ഒരു മദ്യപാനി ദേവാലയത്തിൽ പോയാൽ എന്ത് പ്രയോജനം? ഭാര്യയും ഭർത്താവുകളുടെ വഴക്കിട്ടിട്ട് ദേവാലയത്തിൽ പോയാൽ എന്ത് പ്രയോജനം? പ്രിയപ്പെട്ടവരെ, ദുർമാർഗമുള്ളവൻ ദേവാലയത്തിൽ പോയാൽ എന്ത് പ്രയോജനം? വഴക്കും വക്കാടമുണ്ടാക്കി ദേവാലയത്തിൽ പോയാൽ എന്ത് പ്രയോജനം? ദേവാലയം പ്രയോജനമില്ലാതായി പോകുന്നു. കാരണം തങ്ങളെ തന്നെ താഴ്ത്തി ദൈവത്തിൻ്റെ മുഖമന്വേഷിച്ച് ദുർമാർഗം വിട്ടുതിരിയുന്ന ഇടവകക്കാരുണ്ടെങ്കിൽ മാത്രമേ ദേവാലയം പ്രയോജനമുള്ളൂ. അവിടെ ആരാധന നടത്തുന്നവരും അങ്ങനെ തന്നെയുള്ളവരുണ്ടെങ്കിലേ ആരാധനയും പ്രയോജനമുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം പറയുന്നത്
എന്തുകൊണ്ടാണെന്നറിയാവോ? പ്രയോജനമുള്ളതായി തീരണം. എന്നാൽ ആ ശീലോവിലെ ദേവാലയം ആർക്കും പ്രയോജനപ്പെട്ടില്ലെങ്കിലും അവിടെ വന്ന ഒരു സ്ത്രീക്ക് പ്രയോജനപ്പെട്ടു. 1 ശമൂവേൽ 1-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം വായിക്കുക. 1 ശമൂവേൽ 1-ാം അധ്യായം 15-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. അവിടെ ഒരു പാവം സ്ത്രീ അവിടെ കിടന്നു വന്നു. അതിന് ഹന്ന ഉത്തരം പറഞ്ഞത്, ആ അങ്ങനെയല്ല യജമാനനെ, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. യഹോവയുടെ സന്നദ്ധിയിൽ എന്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത്. അടുത്ത വാക്യം കൂടെ. അടിയൻ നീച സ്ത്രീയായി വിചാരിക്കരുതേ. അടിയൻ സങ്കടത്തിന്റെയും. പ്രിയപ്പെട്ടവരെ, തന്നെത്താൻ താഴ്ത്തി വിനയപ്പെട്ട് ആ സ്ത്രീയോട് നീ എന്താ ഇങ്ങനെയൊക്കെ ലഹരി പിടിച്ചിരിക്കുകയാണോ എന്നല്ല ആ സ്ത്രീയെ കുറ്റം പറഞ്ഞപ്പോൾ ആ പുരോഹിതനോട് മറുപടി പറയാൻ നോക്കാതെ, തന്നെ കുറ്റം പറഞ്ഞ ആ വ്യക്തിയോട് തറുതല പറയാതെ അവിടെയും വിനയപ്പെട്ട് അവിടെയും താഴ്മയോടെ എളിമയോടെ ഞാൻ ഹൃദയം പകരുകത്രേ എന്ന് പറഞ്ഞതായ ആ സ്ത്രീക്ക് ആ ദേവാലയം പ്രയോജനപ്പെട്ടു. അവളുടെ പ്രാർത്ഥന ആ ദൈവം കേട്ടു. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന കേൾക്കുന്നവനാണ് ദൈവം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നവനാണ് ദൈവം. ദേവാലയം ആർക്കാണ് പ്രയോജനപ്പെടുക? തന്നെത്താൻ താഴ്ത്തുന്നവർക്കും. പ്രിയപ്പെട്ടവരെ, ഉരുളയ്ക്ക് ഉപ്പേരി പോലെ സംസാരിക്കാത്തവർക്കും എളിമയോടെ ഇടപെടുന്നവർക്കും മാത്രമേ ദേവാലയം പ്രയോജനപ്പെടുകയുള്ളൂ. ആ സ്ത്രീക്ക് ആ ദേവാലയം പ്രയോജനപ്പെട്ടു. അവൾക്ക് ഒരു കുഞ്ഞില്ലായിരുന്നു. അവൾ തന്നെ പ്രാർത്ഥിച്ചു. ദൈവം അവൾക്ക് ഒരു കുഞ്ഞിനെ കൊടുത്തു. ആ കുഞ്ഞാണ് ശമൂവേൽ പ്രവാചകൻ. പ്രിയപ്പെട്ടവരെ, ചോദിച്ച് മേടിച്ച കുഞ്ഞാണ്. അതുകൊണ്ടാണ് ശമൂവേൽ എന്ന് പേരിട്ടത്. അനേകർ ദൈവത്തോട് ചോദിച്ച് മേടിക്കാൻ പഠിച്ചു. അവർക്ക് ആവശ്യമുള്ളത് ചോദിച്ച് മേടിക്കാൻ പഠിച്ചു. അവരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ചോദിച്ച് മേടിക്കാൻ പഠിച്ചു. അവരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ എളിമപ്പെട്ടുകൊണ്ട് ചോദിച്ച് മേടിക്കാൻ പഠിച്ചു. അനേകർ കുഞ്ഞുങ്ങളെ ചോദിച്ച് മേടിച്ചു. അനേകർ വിദ്യാഭ്യാസം ചോദിച്ച് മേടിച്ചു. അനേകർ തനിക്ക് പറ്റിയ പങ്കാളിയെ, ഒരു നല്ല പങ്കാളിയെ ചോദിച്ച് മേടിച്ചു. അനേകർ ജീവിക്കാൻ മാർഗമില്ലാതെയായിപ്പോയി. അനേകർ കടത്തിന് പരിഹാരം കിട്ടാൻ വേണ്ടി കടം വീട്ടാനുള്ള മാർഗം ദൈവത്തോട് ചോദിച്ച് മേടിച്ചു. പ്രിയപ്പെട്ടവരെ, അനേകർ ചോദിച്ച് മേടിച്ചു. ദൈവമക്കളെ, നിങ്ങൾ ദൈവത്തോട് ചോദിച്ച് മേടിക്കാറുണ്ടോ? നിങ്ങൾ ദൈവത്തോട് ചോദിച്ച് മേടിക്കാറുണ്ടോ? നന്മയ്ക്കായി ഒരു അടയാളം തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ അത് തരുന്നവനാണ് നല്ലവനായ യേശു. ദൈവത്തിലെ നീ ഇന്ന് ചോദിച്ച് മേടിക്കാൻ പഠിക്കണം. ദൈവത്തോട് എളിമയോടെ ചോദിച്ച് പഠിക്കാൻ പഠിക്കണം. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വിദ്യാഭ്യാസം ദൈവത്തോട് ചോദിച്ച് മേടിച്ചതാണ്. ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു, ജസ്റ്റ് ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാൻ പ്രീ ഡിഗ്രി പരീക്ഷ എഴുതുന്നു. ഇന്ന് +2 ആണ്. അക്കാലത്ത് പ്രീ ഡിഗ്രി പരീക്ഷ എഴുതുന്നു. ദൈവമക്കളെ, ഞാൻ തോറ്റുപോയി. എന്നാൽ എൻ്റെ ഹൃദയത്തിലൊരാഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് പഠിക്കണം, എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പഠിത്തത്തിൽ ഞാൻ തോറ്റു. കാരണം എൻ്റെ ബുദ്ധി അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. തോറ്റപ്പോൾ ഞാൻ എന്ത് ചെയ്തു? പ്രിയപ്പെട്ടവരെ, ഞാൻ നിരാശനായി. എല്ലാ വിദ്യാർത്ഥികളെയും പോലെ തന്നെ ഞാൻ നിരാശനായിപ്പോയി. ഞാൻ എന്ത് ചെയ്തു എന്നറിയാവോ? എൻ്റെ അപ്പൻ പള്ളിയിലെ ഒരു ശുശ്രൂഷക്കാരനായിരുന്നു. പള്ളിയുടെ താക്കോൽ എൻ്റെ വീട്ടിലാണ്. പരീക്ഷയിൽ തോറ്റു എന്നറിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ചെന്ന് പള്ളിയുടെ താക്കോലെടുത്ത് പള്ളിയിലേക്ക് പോയി. മണിയടിക്കുന്ന സമയമായിരുന്നു. ഞാൻ അവിടെ ചെന്നു, മണിയടിച്ചു. അത് കഴിഞ്ഞ് ദേവാലയത്തിൽ ശവം കൊണ്ടുവരുന്ന ആ ശവമഞ്ചത്തിൽ കയറിക്കിടന്ന് ഞാൻ നിലവിളിച്ചു, ദൈവമേ, എൻ്റെ ഭാവി പോയല്ലോ, എൻ്റെ ഭാവി കൂമ്പടഞ്ഞു പോയല്ലോ, എൻ്റെ ഭാവി തീർന്നു പോയല്ലോ എന്നാണ് ഞാൻ നിലവിളിച്ചത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ആ ശവമഞ്ചത്തിൽ കിടന്നു നിലവിളിച്ചു, കർത്താവേ, എനിക്കൊരു ഭാവി കിട്ടുമോ? എനിക്കൊരു ഭാവി ഉണ്ടോ? എൻ്റെ കൂട്ടുകാരെല്ലാം പഠിച്ചുപോയി, അവരെല്ലാം ജയിച്ചു പോയി, അവരെല്ലാം ഓരോ നിലയിലെത്തും, ഞാൻ തോറ്റുപോയല്ലോ, എന്ത് ചെയ്യും? പ്രിയപ്പെട്ടവരെ, ഞാൻ ആ ശവമഞ്ചത്തിൽ കിടന്നുറങ്ങി. അർദ്ധരാത്രി ഞാൻ എഴുന്നേൽക്കുമ്പോൾ കുരാക്കൂരിട്ടത്ത് ഞാൻ ശവമഞ്ചത്തിൽ കിടക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ എൻ്റെ ആ നിലവിളി കേട്ട ഒരു ദൈവമുണ്ട്. എൻ്റെ ആ സങ്കടം കണ്ട ഒരു ദൈവമുണ്ട്. ആ ശവമഞ്ചത്തിൽ കിടന്നുകൊണ്ട് ഞാൻ നിലവിളിച്ചപ്പോൾ, മോനെ, ഞാൻ നിന്നെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞ ഒരു ദൈവമുണ്ട് എന്ന് അന്നൊന്നും ഞാൻ അറിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, എന്നാലും എനിക്കൊരു കാര്യം അറിയാമായിരുന്നു. ഞാൻ പിന്നീട് എഴുതി ജയിച്ചു വന്നപ്പോൾ ഓരോ ആപ്ലിക്കേഷൻ അയക്കുമ്പോഴും ഇല്ല, നോ, തോറ്റുപോയതല്ലേ, ഫസ്റ്റ് ചാൻസിന് കിട്ടിയില്ലല്ലോ, അതുകൊണ്ട് നോ, അഡ്മിഷൻ ഇല്ല എന്ന് പറയുമ്പോഴും എൻ്റെ ഹൃദയം പ്രിയപ്പെട്ടവരെ, ഞാൻ ദേവാലയത്തിൻ്റെ ചുവട്ടിൽ കിടന്നുറങ്ങി. അന്ന് ദേവാലയമായിരുന്നു എൻ്റെ ആശ്രയം എന്ന് പറഞ്ഞ
കാരണം ഞാൻ അവിടുത്തെ ശുശ്രൂഷക്കാരൻ്റെ മകനാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ആശ വെച്ചു, എനിക്ക് തന്നേ പറ്റൂ കർത്താവേ, എനിക്ക് തന്നേ മതിയാവൂ എന്ന് പറഞ്ഞു. ദൈവമക്കളെ, ജീവനുള്ള ദൈവം എനിക്കൊരു അഡ്മിഷൻ തന്നു. അഡ്മിഷൻ തന്നപ്പോൾ എനിക്ക് പഠിക്കാൻ ബുദ്ധിയില്ല. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്തു. അപ്പൻ വന്ന്, ദൈവമക്കളെ, ഞാൻ കോതമംഗലത്താണ് പഠിച്ചത്, എഞ്ചിനീയറിംഗ് കോളേജിൽ. അടുത്തൊരു ലോഡ്ജിൽ തന്നെ ആക്കി. അതിനുശേഷം ഒരു കട്ടിലും കോസടിയൊക്കെ മേടിച്ചു തന്നു. പഠിത്തം തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് പഠിച്ച് ജയിക്കാൻ കഴിവില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്തു. അപ്പം മേടിച്ചു തന്ന ആ കിടക്ക കോസടിയാണെന്ന് അതങ്ങ് മടക്കി വെച്ചു. ആ തടിയുള്ള കട്ടിലിൽ പുൽപ്പ മാത്രം ഇട്ട് ഞാനത് കിടന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, കാരണം ഉറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് കിടക്ക മാറ്റിയത്. ദൈവത്തിന് സ്തോത്രം. ഉറക്കത്തിൻ്റെ സുഖം വേണ്ട എന്ന് വെച്ചാണ് ഞാൻ ആ കിടക്ക മാറ്റിക്കളഞ്ഞത്. 2 മണി വരെ കുത്തിയിരുന്ന് പഠിച്ചു. 6 മണിക്ക് എഴുന്നേറ്റു. 7:45 എഞ്ചിനീയറിംഗ് കോളേജിൽ അന്ന് ക്ലാസ് തുടങ്ങും. ദൈവമക്കളെ, ഞാൻ പഠിച്ചു. 4 മണിക്കൂർ ഉറങ്ങി ഞാൻ പഠിച്ചു. ഇത് എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ചോദിച്ചു മേടിക്കാൻ വിദ്യാഭ്യാസം, നിങ്ങൾക്ക് ചോദിച്ചു മേടിക്കാൻ ബുദ്ധി, നിങ്ങൾക്ക് ചോദിച്ചു മേടിക്കാൻ ഭാവി. ദൈവത്തിന് സ്തോത്രം. ചോദിച്ചു മേടിക്കണം പ്രിയപ്പെട്ടവരെ. തരുന്നവനാണ് ഈ ദൈവം. ആ ദൈവത്തോട് ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. അവൾ ചോദിച്ചു മേടിച്ചു. ഇവിടെയുള്ള അനേകരെ ചോദിച്ചു മേടിച്ചവരാണ്. എനിക്കറിയാം, അവിടെ ഇരിക്കുന്ന അനേകരെ ചോദിച്ചു മേടിച്ചവരാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവക്കളെ, ശമൂവേൽ പ്രവാചകനായിരുന്നെങ്കിലും ദുഃഖിതനായിരുന്നു. കാരണം പ്രവാചകൻ പറഞ്ഞ് ഇസ്രായേലിലെ ജനം യുദ്ധത്തിന് പോയി തോറ്റുപോയി. പ്രിയപ്പെട്ടവരെ, പ്രവാചകന് സങ്കടമായിപ്പോയി. പ്രവാചകന് ഒരു കാര്യം മനസ്സിലായി. കാരണം ദൈവത്തിൻ്റെ ജനമാണ്, പള്ളിയിലൊക്കെ പോകുന്നവരാണെങ്കിലും ആർക്കും വിശുദ്ധ ജീവിതം വേണ്ട. അവർ പറയുന്നത് ഇങ്ങനെയാണ്. 1 ശമൂവേലിൻ്റെ 6-ാം അധ്യായം വായിച്ചാൽ നമുക്ക് കാണാം, ഈ പരിശുദ്ധ ദൈവമായ യഹോവയുടെ മുമ്പാകെ നിൽക്കാൻ ആർക്ക് കഴിയും? ആർക്കാ ഇങ്ങനെ പരിശുദ്ധനായി ജീവിക്കാൻ പറ്റുക? ആർക്കാണ് വിശുദ്ധനായി ജീവിക്കാൻ കഴിയുക? ഇതാണ് ജനം ചോദിക്കുന്ന വാക്ക്. ദൈവമക്കളെ, അക്കാലത്തും ഇക്കാലത്തും അത് തന്നെയാണ് ജനം ചോദിക്കുന്നത്. ആർക്കാണ് ഇങ്ങനെ വിശുദ്ധനായി ജീവിക്കാൻ കഴിയുക? ഈ തലമുറയിൽ ഇങ്ങനെ വിശുദ്ധനായി ജീവിക്കാൻ ഈ പ്രായത്തിൽ ആർക്ക് കഴിയും? പാപം കൂടാതെ ജീവിക്കാൻ ആർക്ക് കഴിയും? ഒരിറ്റ് മദ്യം കഴിക്കാതെ ജീവിക്കാൻ ആർക്ക് കഴിയും? പ്രിയപ്പെട്ടവർ, ഒരു വേണ്ടാധീനമില്ലാതെ, ഒരു ഗേൾ ഫ്രണ്ട് ഇല്ലാതെ, ബോയ് ഫ്രണ്ട് ഇല്ലാതെയൊക്കെ ജീവിക്കാൻ ആർക്ക് കഴിയും? പ്രിയപ്പെട്ടവരെ, ഒരു അരുതാത്ത ബന്ധമില്ലാതെ ജീവിക്കാൻ ആർക്ക് കഴിയും? പ്രിയപ്പെട്ടവരെ, അന്ന് ആ കാലത്തും ദൈവം ചോദിച്ചത് അതാണ്. ഇത് ആർക്ക് കഴിയും? പാവം പ്രവാചകൻ അത് കേട്ട് നിരാശപ്പെട്ടു പോയി. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല, പ്രവാചകൻ ഒരു കാര്യം കൂടെ മനസ്സിലായി. ജനം ദൈവത്തെ മാത്രമല്ല വിളിക്കുന്നത്, വിഗ്രഹങ്ങളെയും വിളിക്കുന്നുണ്ട്. അവർ ദൈവത്തെയും വിളിക്കും, വിഗ്രഹങ്ങളെയും വിളിക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുമുണ്ട് ഇക്കാലത്ത് ജനം. അവർ ദൈവമേ എന്ന് പ്രാർത്ഥിക്കും. പക്ഷേ അവർ നാളെ നോക്കും, നക്ഷത്രം നോക്കും, ജാതകം എഴുതും. പ്രിയപ്പെട്ടവരെ, അവരെവിടെയും പോയി കഴിക്കും. അവർ മനുഷ്യരെ ദൈവമായി കണക്കാക്കും. പ്രിയപ്പെട്ടവരെ, വിഗ്രഹങ്ങളുള്ള ഒരു ജനം ദൈവത്തിൻ്റെ ജനമാണ്. അവർക്ക് വിശുദ്ധ ജീവിതം ഇഷ്ടമല്ല. അവർ ദൈവത്തിൻ്റെ ജനമാണ്, പക്ഷേ അവർക്ക് വിഗ്രഹാരാധന ഇഷ്ടമാണ്. പ്രിയപ്പെട്ടവരെ, അവർക്ക് സത്യദൈവത്തെ മാത്രം വിളിക്കാൻ അവർക്ക് അറിഞ്ഞുകൂടാ. ഒരു ദൈവത്തോട് മാത്രം, ക്രിസ്തുവിനോട് മാത്രം പ്രാർത്ഥിച്ച് അവർക്ക് ജീവിക്കാൻ അറിഞ്ഞുകൂടാ. ഇന്നത്തെ ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയൊരു ദൗർബല്യമാണത്. പ്രത്യേകിച്ച് പാരമ്പര്യ ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയൊരു ദൗർബല്യമാണ് കർത്താവായ യേശുവിനെ മാത്രം വിളിച്ച് അവന് പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാ. ക്രിസ്തുവിനോട് മാത്രം പ്രാർത്ഥിച്ച് അവന് ജീവിക്കാൻ അറിഞ്ഞുകൂടാ. ക്രിസ്തുവിനോട് മാത്രം പ്രാർത്ഥിച്ച് അവന് ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കാൻ അറിഞ്ഞുകൂടാ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയൊരു ദയനീയ അവസ്ഥയിലേക്ക് പുരാതന ക്രിസ്ത്യാനികൾ എത്തിച്ചേർന്നിരിക്കുന്ന കാലമാണിത്. അവർക്ക് യേശുവിനെയും വേണം, കൂടെ വേറെ ആരെങ്കിലുമൊക്കെ വേണം. പക്ഷേ അവരുടെ പിതാക്കന്മാർ പഠിപ്പിച്ചത് അങ്ങനെയൊന്നുമല്ല. പിതാക്കന്മാർ പഠിപ്പിച്ചത് വേറെ ആരോടെങ്കിലും പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിലെത്തുമെന്ന് പഠിപ്പിച്ചിട്ടില്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ ആരോട് പ്രാർത്ഥിക്കണമെന്ന് പിതാക്കന്മാർ വ്യക്തമായി പഠിപ്പിച്ച് എഴുതി വച്ചിട്ടുണ്ട്. ഖബറിൽ നിന്ന് ഉദ്യാനം, കല്ലറയിൽ നിന്ന് മരണശേഷം ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ വേറെ ഒരു വഴിപാടിനും സാധിക്കില്ല. ഒരു തീർത്ഥാടനം കൊണ്ടും കഴിയില്ല, ഒരു വഴിപാട് കൊണ്ടും കഴിയില്ല, ഒരു പരിശുദ്ധനോട് പ്രാർത്ഥിച്ചാലും കഴിയില്ല. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് കല്ലറയിൽ നിന്ന് ഉദ്യാനത്തിലേക്ക്, പർദീസായിലേക്ക് പോകണമെങ്കിൽ ഒരു മധ്യസ്ഥനോട് പ്രാർത്ഥിച്ചാലും കഴിയുകയില്ല, ഒരു മധ്യസ്ഥ പ്രാർത്ഥന കൊണ്ടും കഴിയുകയില്ല. അതിന് ഒരേ ഒരു മധ്യസ്ഥനേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ്റെ കൃപയിൽ ശരണത്താല് നിൻ കൃപയിൽ മരിക്കണം. എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന വ്രതന്മാർ ഭാഗ്യവാന്മാർ. പ്രിയപ്പെട്ടവരെ, അവൻ്റെ കൃപയിൽ മരിക്കണം, അവനിലുള്ള വിശ്വാസത്തിൽ മരിക്കണം,
അവനിലുള്ള ആശ്രയത്തിൽ മരിക്കണം. അവൻ ഹൃദയത്തിലുള്ളവനായിട്ട് മരിക്കണം. അതാണ് പിതാക്കന്മാർ പഠിപ്പിച്ചതെങ്കിലും ജനത്തിന്, പ്രിയപ്പെട്ടവരെ, ഇന്ന് ക്രിസ്തുവിനോട്, യേശുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആകെ ഒരു വൈക്ലഭ്യ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പ്രവാചകനും വിഷമിച്ചു. ശമൂവേൽ പ്രവാചകൻ അങ്ങനെ ദുഃഖിതനായിരുന്നു. ജനത്തിന് വിശുദ്ധ ജീവിതം വേണ്ട, ജനത്തിന് ദൈവത്തെ മാത്രം വിളിക്കേണ്ട, വേറെ ആരെങ്കിലുമൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കണം. മൂന്നാമത് പ്രവാചകന് വേറൊരു വലിയൊരു ദുഃഖമുണ്ടായിരുന്നു. പ്രവാചകൻ്റെ മക്കളാരും പ്രവാചകരെ പോലെ നല്ല സ്വഭാവമുള്ളവരായിരുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതൊരു സങ്കടമല്ലേ? ദൈവത്തിൻ്റെ വേല ചെയ്യുന്നവർക്കൊരു സങ്കടമല്ലേ? പ്രാർത്ഥന യോഗത്തിന് പോകുന്നവർക്കൊരു സങ്കടമല്ലേ? നിങ്ങൾക്ക് സങ്കടമല്ലേ പ്രിയപ്പെട്ടവരെ? നമ്മുടെ മക്കൾ നമ്മുടെ വഴിയിൽ നടക്കുന്നില്ല എന്ന് കാണുമ്പോൾ എന്ത് സങ്കടമാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ മക്കൾ നമ്മുടെ അതേ വഴിയിൽ, ആ ഒരു വിശുദ്ധ സ്നേഹത്തിൻ്റെ വഴിയിൽ, സുവിശേഷത്തിൻ്റെ വഴിയിൽ മക്കൾ നടക്കുന്നില്ല എന്ന് കണ്ടാൽ ഏതപ്പൻ്റെ ചങ്ക പൊട്ടാത്തത്? അങ്ങനെ പ്രവാചകൻ ചങ്കുപൊട്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രവാചകനായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രവാചകൻ ഒന്നുകൂടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരു യുദ്ധത്തിന് പോയി. ആദ്യം തോറ്റ പ്രവാചകൻ, കൂടെയുള്ളവർ നല്ലതല്ല എന്ന് മനസ്സിലാക്കിയ പ്രവാചകൻ, കുടുംബത്തിൽ മക്കൾ തന്നെപ്പോലെ നല്ലവരായി ജീവിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പരാജയം അനുഭവിച്ച പ്രവാചകൻ ജീവനുള്ള ദൈവസന്നിധിയിൽ എളിമപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും പ്രവാചകൻ ഒരു യുദ്ധത്തിന് പോയി. പ്രിയപ്പെട്ടവരെ, ആ പ്രാവശ്യം ദൈവം അനുഗ്രഹിച്ചു. ദൈവം പ്രവാചകന് ജയം കൊടുത്തു. പ്രിയപ്പെട്ടവരെ, പ്രവാചകന് സന്തോഷം, പ്രവാചകൻ ഹൃദയം നിറഞ്ഞ് സന്തോഷിച്ചു. അങ്ങനെ പ്രവാചകൻ സന്തോഷിച്ചുകൊണ്ട്, ആ യുദ്ധത്തിൽ ജയിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് പ്രവാചകൻ ചെയ്തൊരു കാര്യമാണ്, ഒരു കല്ലെടുത്ത് നാട്ടിക്കൊണ്ട് പ്രവാചകൻ ഒരു പേരിട്ടു. ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് പ്രവാചകൻ ആ കല്ലിന് എബനേസർ എന്ന് പേരിട്ടു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഒരു എബനേസർ എന്ന് പാടാൻ ആഗ്രഹമുണ്ടോ? കർത്താവേ, ഇത്രത്തോളം നീ എന്നെ സഹായിച്ചു, ഇത്രത്തോളം നീ എന്നെ സഹായിച്ചു. കൊടുങ്കാറ്റ് വരാഞ്ഞിട്ടല്ല, പെരുങ്കാറ്റ് വരാഞ്ഞിട്ടല്ല, അപകടം വരാഞ്ഞിട്ടല്ല, അത്യാഹിതം വരാഞ്ഞിട്ടല്ല, പ്രിയപ്പെട്ടവരെ, കലക്കം വരാഞ്ഞിട്ടല്ല, ഭിന്നത വരാഞ്ഞിട്ടല്ല, മാറാരോഗം വരാഞ്ഞിട്ടല്ല. ദൈവമക്കളെ, നിങ്ങൾക്ക് എന്നോട് ചേർന്ന് പറയാം, ഒന്നും വരാഞ്ഞിട്ടല്ല കർത്താവേ, ഒന്നും വരാഞ്ഞിട്ടല്ല. ഞാൻ പാപം ചെയ്യാഞ്ഞിട്ടല്ല, ഞാൻ അരുതാത്തത് ചെയ്യാഞ്ഞിട്ടല്ല, ഞാൻ നല്ലവനായി ജീവിച്ചത് കൊണ്ടല്ല, എനിക്ക് യാതൊരു നന്മയും ഉണ്ടായതുകൊണ്ടല്ല, എൻ്റെ പാരമ്പര്യം നല്ലതായതുകൊണ്ടല്ല, കർത്താവ് എനിക്ക് യാതൊരു സൽഗുണവും ഉണ്ടായതുകൊണ്ടല്ല. ഇത്രത്തോളം യഹോവ എന്നെ സഹായിച്ചു, ഇത്രത്തോളം യഹോവ എന്നെ സഹായിച്ചു. ദൈവമക്കളെ, ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയില്ലേ? 20 വയസ്സായവരുണ്ട്, 50 വയസ്സായവരുണ്ട്, 70 വയസ്സായവരുണ്ട്, എന്നെ പോലെയുള്ളവരുണ്ട്. ഒന്ന് നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, പിറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഇത്രത്തോളം യഹോവ എന്നെ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഇത്രത്തോളം ഞാൻ എത്തി. ഒന്നും വരാഞ്ഞിട്ടല്ല, നല്ലവനായതുകൊണ്ടല്ല പ്രിയപ്പെട്ടവരെ, നല്ലത് മാത്രം ചെയ്തത് കൊണ്ടല്ല. ആ പ്രവാചകൻ, പരാജയം നുണഞ്ഞ പ്രവാചകൻ, കുടുംബത്തിൽ വേദന അനുഭവിച്ച പ്രവാചകൻ, തോറ്റു തുന്നമ്പാടിയ പ്രവാചകൻ, അനുഭവത്തിൻ്റെ ഒരു കല്ലെടുത്ത് നാട്ടിക്കൊണ്ട് പറഞ്ഞു, ഇത്രത്തോളം യഹോവ എന്നെ സഹായിച്ചു, ഇത്രത്തോളം ഈ വയസ്സ് വരെയും യഹോവ എന്നെ സഹായിച്ചു, ഇത്രത്തോളം ജീവനുള്ള ദൈവം എന്നെ പരിപാലിച്ചു, ഇത്രത്തോളം ജീവനുള്ള ദൈവം എൻ്റെ കാലുകൾക്ക് നടക്കാൻ കഴിവ് തന്നു, എൻ്റെ കണ്ണിന് കാണാൻ കാഴ്ച തന്നു, എൻ്റെ അവയവങ്ങളുടെ നരിയാണികളെ അവൻ ഉറപ്പിച്ചു, ഇത്രത്തോളം എൻ്റെ കുടുംബജീവിതം അവൻ കൊണ്ടുവന്ന് തന്നു, ഇത്രത്തോളം എന്നെ വിധവയാക്കാതെ വിതുരനാക്കാതെ ദൈവം എന്നെ സഹായിച്ചു, ഇത്രത്തോളം കഴിവുള്ള മക്കളെ അവൻ തന്നു, ഇത്രത്തോളം സ്നേഹമുള്ള അനുഭവങ്ങളെ തന്നു, ഇത്രത്തോളം യഹോവ എന്നെ സഹായിച്ചു. മക്കളെ, ഹല്ലേലൂയ! ആർക്കെല്ലാം ഹല്ലേലൂയ പറയാൻ ആഗ്രഹമുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ! ഇത്രത്തോളം യഹോവ എന്നെ സഹായിച്ചു. എബനേസർ എന്ന് പ്രിയപ്പെട്ടവരെ, ശമൂവേൽ പറഞ്ഞത് വെറുതെയല്ല, ഹൃദയത്തിൽ നിന്ന് പറഞ്ഞ വാക്കാണ്, ആരും പറഞ്ഞു പഠിപ്പിച്ചതല്ല പ്രിയപ്പെട്ടവരെ, പാട്ടുകാർ പാടിയതല്ല, പ്രവാചകന്റെ ഹൃദയത്തിൽ നിന്ന് വന്ന വാക്കാണ്. എബനേസർ, 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 ഇത്രത്തോളം യഹോവ എന്നെ സഹായിച്ചു. ഹല്ലേലൂയ! ദൈവമക്കളെ, സഹായിക്കുന്നൊരു ദൈവമുണ്ട് കേട്ടോ, പോറ്റി പുലർത്തുന്നൊരു ദൈവമുണ്ട് കേട്ടോ. ഞങ്ങളെ താഴ്ത്തിയിടാം. സ്വർഗീയ പിതാവേ, കാരുണ്യവാനായ ദൈവമേ, നിന്നതല്ല കർത്താവേ, നിർത്തിയതാണ്, നേടിയതല്ല കർത്താവേ, തന്നതാണ്. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാരെ തന്നതുകൊണ്ട്, പ്രാർത്ഥിക്കുന്ന പങ്കാളിയെ തന്നതുകൊണ്ടാണ്.
പ്രാർത്ഥിക്കുന്ന സ്നേഹിതന്മാരെ തന്നതുകൊണ്ട്, പ്രാർത്ഥിക്കുന്ന കൂട്ടായ്മക്കാരെ തന്നതുകൊണ്ടാണ്. ദൈവമേ, ഞാൻ എന്നും നന്ദിയുള്ളവനായിരിക്കും. ഞാൻ എന്നും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എൻ്റെ പങ്കാളിയോട്, എൻ്റെ മാതാപിതാക്കന്മാരോട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എൻ്റെ കൂട്ടായ്മയിലെ സഹോദരങ്ങളോട് നന്ദിയുള്ളവനായിരിക്കും. നമുക്കൊരു ഉടമ്പടി പറയാം കർത്താവിനോട്. ദൈവമേ, നന്ദികേടിൻ്റെ ഒരു വാക്കോ, നന്ദികേടിൻ്റെ ഒരു പ്രവൃത്തിയോ, നന്ദികേടിൻ്റെ ഒരു അപമാനത്തിൻ്റെ വാക്കോ എൻ്റെ വായിൽ നിന്ന് വരില്ല. എൻ്റെ നാവിനെ ഞാൻ സൂക്ഷിച്ചോളാം, എൻ്റെ അവയവങ്ങളെ ഞാൻ നിയന്ത്രിച്ചോളാം. കർത്താവേ, എൻ്റെ മുഷ്ടി ചുരുട്ടുകയില്ല. കർത്താവ്, ഇനി മുഷ്ടി ചുരുട്ടി ഇടിക്കാൻ മർദ്ദിക്കാൻ മുഷ്ടി ചുരുട്ടുകയില്ല. കർത്താവെ, ഒരു വിശുദ്ധ ജീവിതം തന്ന് ഞങ്ങളെ സഹായിക്കണം. കർത്താവെ, സ്തോത്രം. അവരുടെ കണ്ണുനീർ, അവരുടെ നിലവിളി കേട്ട്, അവരുടെ കഷ്ടതയിൽ അവരുടെ നിലവിളി കേട്ട ദൈവമേ, ഇന്ന് രാത്രി നിൻ്റെ മക്കളുടെ നിലവിളി കേട്ട് അവർക്ക് ഉത്തരം കൊടുക്കണമേ. അവരുടെ ഭവനങ്ങളിൽ സമാധാനം എത്തിക്കണം. അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഭാവി കൊടുക്കണമേ. ഭവനം കിടക്കാണ്ടൊക്കെ പാർപ്പിട ഭവനം കൊടുക്കണമേ. സമാധാനമുള്ള കാലങ്ങളെ കൊടുക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ദൈവരാജ്യത്തിന് യോഗ്യമാകുന്നതൊക്കെ ക്രൂശിലെ രക്തം കൊണ്ടവരെ മുദ്രയിടണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ ഉത്തരം തരുമാറാകണമേ.